CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ മരക്കൊമ്പ് പൊട്ടി വീണ് 3 വാഹനങ്ങൾ തകർന്നു. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറുമാണ് തകർന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദ്രവിച്ചു നിന്നിരുന്ന മാവിന്റെ അടിഭാഗത്തെ കൊമ്പ് പിളർന്നു വീഴുകയായിരുന്നു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് വാദ്യഘോഷങ്ങളോടുകൂടി ചെറുപ്പുളശ്ശേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. യോഗം KPCC മെമ്പർ C സംഗീത ഉദ്ഘാടനം ചെയ്തു. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ മരക്കൊമ്പ് പൊട്ടി വീണ് 3 വാഹനങ്ങൾ തകർന്നു. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറുമാണ് തകർന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദ്രവിച്ചു നിന്നിരുന്ന മാവിന്റെ അടിഭാഗത്തെ കൊമ്പ് പിളർന്നു വീഴുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:15 സംഭവം. മുണ്ടക്കോട്ട് കുറിശ്ശിയിലെ ചളവറ കുടുംബാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ നിന്നിരുന്ന വലിയ മാവിൻ കൊമ്പാണ് ചുവടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലൂടെ വീണത്. ദ്രവിച്ചു നിന്നിരുന്ന മാവിന്റെ അടിഭാഗത്തെ കൊമ്പ് പിളർന്നു വീഴുകയായിരുന്നു. ഒരു കാറിനും ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറിനും മുകളിലേക്കാണ് മരക്കൊമ്പ് പൊട്ടി വീണത്. ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഓട്ടോയ്ക്കകത്തുണ്ടായിരുന്ന ഡ്രൈവർ കൈലിയാട് തോട്ടപ്പായ പ്രഭാകരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇയാൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. പുതുതായി ചാർജ് എടുത്ത മെഡിക്കൽ ഓഫീസർ ഹേമന്ത് റോബർട്ടിന്റേതാണ് കാർ. വാഹനം ഭാഗികമായി തകർന്നു. ചളവറ മനിച്ചിത്തൊടി റുബീനയുടേതാണ് സ്കൂട്ടർ. ഇതിനും കേടുപാടുകൾ സംഭവിച്ചു. മരം വീഴുന്ന സമയം ആളുകൾ ചുവടെയില്ലാത്തത് വലിയ അപകടമാണ് ഒഴിവാക്കിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ നാസർ പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ 2 വണ്ടികൾക്ക് മാത്രമേ അപകടം സംഭവിച്ചുള്ളൂ. മറ്റു ജനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. എന്നാലും വളരെ ഭാഗ്യമായിട്ടൊരു കാര്യമാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ബാക്കി കാര്യങ്ങൾ അതിൻ്റെ തുടർ നടപടികൾ മെഡിക്കൽ ഓഫീസറായിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടിയിലുള്ള ആൾ പരിക്കെന്തോലുണ്ടോ? വണ്ടിയിൽ വണ്ടിയിൽ ഓട്ടോയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കൊന്നും പറ്റിയില്ല. പുള്ളി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇറങ്ങി, കുഴപ്പമൊന്നുമില്ല. വണ്ടി മൊത്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഡോക്ടറുടെ കാറ്, പിന്നെ ഒരു 2 വീലർ, പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ നിന്നിരുന്നതാണ്. എല്ലാവരും ഇങ്ങോട്ട് പെട്ടെന്ന് സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി. കോമ്പൗണ്ടിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മറ്റു മരങ്ങൾ വെട്ടിമാറ്റാനായുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതായും ഇതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. കുറച്ച് മരങ്ങളും കൂടി ഇതിൻ്റെ ഈ കമ്പിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അധികാരികളുടെ പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് കിട്ടിയത്. അപ്പം ബാക്കി കുറച്ച് പ്രശ്നങ്ങളുള്ള മരങ്ങളും കൂടി ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, വൈസ് പ്രസിഡന്റ് ഗീത, ബ്ലോക്ക് അംഗം മനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ, സുനന്ദ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. CCN ചെറുപ്പുളശ്ശേരി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് വാദ്യഘോഷങ്ങളോടുകൂടി ചെറുപ്പുളശ്ശേരി മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. യോഗം KPCC മെമ്പർ C സംഗീത ഉദ്ഘാടനം ചെയ്തു.
മഹിളാ കോൺഗ്രസ് ചെർപ്പുളശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീലജ വാഴക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച യോഗം KPCC മെമ്പർ C. സംഗീത ഉദ്ഘാടനം ചെയ്തു. 1474 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന സെപ്റ്റംബർ 30 അവസാനിക്കുന്ന ഈ മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയുടെ ഭാഗമായി ഇവിടെ വരാനും എല്ലാവരെയും കാണാനും സാധിച്ചതിൽ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ജെബി മെമ്പർ അവർ രാജ്യസഭ MP ഒക്കെയാണ്. അവർ രാജ്യസഭ MP എന്നുള്ള സേവനം വിനിയോഗിച്ചതിന് ശേഷമുള്ള മുഴുവൻ സമയവും മഹിളാ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനത്തെത്തിയതിനു ശേഷം 100% ആത്മാർത്ഥയോടുകൂടി ആ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ഓരോ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കവിത മണികണ്ഠൻ, പുണ്യകുമാരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദു നാരായണൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഷീജ അശോകൻ, രശ്മി സുഭീഷ്, രജനി, രതിദേവി തുടങ്ങിയവർ സംസാരിച്ചു. JB മേത്തർ MP സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ബ്ലോക്ക് തലത്തിലുള്ള കൺവെൻഷനുകളുടെ ഭാഗമായി ഈ ചെർപ്പുളശ്ശേരി ബ്ലോക്കിലേക്ക് വന്നപ്പോൾ ഇതേ പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഒരു ബ്ലോക്ക് തല യോഗം നടന്നതെങ്കിൽ ഇപ്പോൾ ഒരു മണ്ഡലം തല യോഗത്തിലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ വിജയം തന്നെയായി ഞാൻ കാണുകയാണ്. വലിയ പ്രതീക്ഷ നൽകുകയാണ് പ്രവർത്തനങ്ങളിൽ. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം വെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് യാത്ര നടത്തുന്നത്. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു മാസം മുൻപും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടിക്കാനായില്ല. കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട് കൊണ്ടുപോവുകയും ചെയ്തു. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ ആവശ്യപ്പെട്ടു. പലതവണ കണ്ടെങ്കിലും അത് പുലിയല്ലെന്ന് വനം വകുപ്പ് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ സ്വന്തം ചിലവിൽ ക്യാമറ സ്ഥാപിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് പുലി എത്തിയത്. പുലിയെ വീണ്ടും കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മണ്ണാർമലയിലെ പുലിഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അതിന് ശേഷവും ഇവിടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് 2025 1-ാം തീയതി രാത്രി 11:45 വ്യാഴാഴ്ച രാത്രി 11:45 വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണി സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കലങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത്. അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു. അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആഴ്ചത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി CPIM ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ടൗണിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 4ാമത്തെ തവണയും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പിലെയും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, കാശ്മീർ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ ആരൊക്കെയാണോ കൂട്ടം കൂടിയത്, ആ കൂട്ടുകെട്ട് നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കിയതല്ലേ. യൂസഫ് തരിഗാമിയാണ് കാശ്മീരിന്റെ പ്രത്യേകമായ പദവിയും അധികാരവും നിലനിർത്തുന്നത്.
തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളുടെ തീരുമാനങ്ങൾ നമ്മൾ അനുസരിക്കണം. ജനങ്ങളെ ഐക്യപ്പെടുത്തണം, സമാധാനമുണ്ടാവണം, സ്വൈരമുണ്ടാവണം. ആ നിലയിലുള്ള നിലപാട് സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തരിഗാമിയെ പരാജയപ്പെടുത്താൻ നേരത്തെ പറഞ്ഞ ഒട്ടേറെ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് നമ്മൾ കണ്ടതില്ലേ. വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും എല്ലാവരും കൂടി ആരെ തോൽപ്പിക്കാൻ എന്നത് തരിഗാമിയെ തോൽപ്പിക്കാം. തരിഗാമി എന്തെങ്കിലും തീവ്രവാദം പറഞ്ഞോ? തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണോ തരിഗാമി സ്വീകരിക്കുന്നത്? അല്ല. ആ കാശ്മീരിന്റെ പ്രത്യേകമായ പദവിയും അധികാരവും നിലനിർത്തിക്കൊണ്ട് അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ സഹായകമായ നിലപാടല്ലേ സ്വീകരിച്ചത്? ജില്ലാ കമ്മിറ്റി അംഗം കെ.പി. സുഭാഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി കെ. നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗം ഇ. ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ 2-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 128 സ്ക്വാഡ് ഞങ്ങൾ ഓൾറെഡി ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും വീടുകളിൽ പോയിട്ട് കുളമ്പ് രോഗത്തിനെതിരെ കുത്തിവയ്പ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി അവർ സ്റ്റേറ്റ് തല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് 3 രാവിലെ 11 മണിക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. സറീന ഹസീബ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ക്ഷീരകർഷകരും പങ്കെടുക്കും. സംസ്ഥാനത്തൊട്ടാകെ മെയ് 2 മുതൽ 23 വരെ 18 പ്രവൃത്തി ദിവസത്തെ കാലയളവിൽ നടക്കും. ജില്ലയിലുള്ള 100% പശുക്കളെയും എരുമകളെയും വീട് വീടാന്തരം വാക്സിനേഷൻ നടത്തി കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ സജ്ജമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 128 സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ചെയർമാനും ADCP ജില്ലാ കോർഡിനേറ്റർ കൺവീനറും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ക്ഷീരവികസന വകുപ്പ് എന്നിവയിലെ പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് ജില്ലാതല മോണിറ്ററി യൂണിറ്റ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ. ഷാജി, ഡോക്ടർ ഷമീം എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മഞ്ചേരി എടവണ്ണപ്പറ്റ ഏറാമ്പ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും. എടവണ്ണപ്പാറ ഏറാമ്പ്ര ശിവക്ഷേത്രം, അവിടെ നടക്കുന്ന ഉത്സവത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും വാർഷികമായിട്ട് ഉത്സവാചരണങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം വിശേഷമായിട്ട് ഒരു സാമാജികമായ പരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന 5-ാം തീയതി, മെയ് 5-ാം തീയതി മുതലാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് താന്ത്രികമായ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നു വരുന്നത്. ദേശവരവുകൾ, കൊടിയേറ്റം, സർഗോത്സവങ്ങൾ, ഉദ്ഘാടന സഭ, പുരസ്കാര സമർപ്പണം, ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, പള്ളിവേട്ട എന്നിവയും 5-ാം ദിവസം ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവം കൊടിയിറങ്ങും. നിർധനരായ രോഗികൾക്ക് വേണ്ടതായ മരുന്നുകൾ വീടുകളിൽ സൗജന്യമായി എത്തിച്ചു നൽകുന്ന ശിവകൃപാ സേവ പദ്ധതിയുടെ ഉദ്ഘാടനം മെയ് 5-ന് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ സേവാ പ്രമുഖ് KA മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ധാർമ്മികവും ആധ്യാത്മികവുമായ സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവർക്കായി വർഷം തോറും നൽകി വരുന്ന ശങ്കര പത്മ പുരസ്കാരം ഈ വർഷം P. മാധവൻ നായർ വള്ളിക്കപ്പറ്റ എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനിക്കും. ജാതിമത ഭേദമന്യേ എടവണ്ണപ്പാറയിലെ മുഴുവൻ സമൂഹവും ഒത്തുചേരുന്ന ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറായതായി ഉത്സവ സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ പുതുക്കുടി അപ്പു, ജനറൽ കൺവീനർ ശ്രീജിത്ത്, മുഖ്യ സംയോജകൻ M. കൃഷ്ണപ്രകീഷ്, ക്ഷേത്രം ഭാരവാഹികളായ രാഘവൻ, പ്രദീപ് എന്നിവർ അറിയിച്ചു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മിറാക്കിൾ മെയ് ഫെസ്റ്റിന് തുടക്കമായി. മെയ് 5 വരെയുള്ള ദിവസങ്ങളിൽ അമ്പരപ്പിക്കുന്ന വിലക്കിഴിവുകളും ഓഫറുകളും മിറാക്കിൾ മെയ് ഫെസ്റ്റിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും.
മെയ് 1 മുതൽ 5 വരെ നീണ്ട 5 ദിവസങ്ങളിൽ ഓഫറുകളുടെ പൊടിപൂരവുമായാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. മിറാക്കിൾ മെയ് ഫെസ്റ്റിന്റെ ഭാഗമായി വിശേഷാൽ ഓഫറുകളും മികച്ച വിലക്കിഴിവുകളും ഒരുക്കിയിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ്, കിച്ചൺ ഐറ്റങ്ങൾ, ടോയ്സ് ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വമ്പിച്ച ഓഫർ നിരക്കിൽ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി ബാക്ക് ടു സ്കൂൾ പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ വലിയ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മികച്ച അവസരമാണ് മിറാക്കിൾ മെയ് ഫസ്റ്റ് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങളിവിടെ ഒരു 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഷോപ്പാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ. നിങ്ങൾക്ക് ഇവിടെ പെരിന്തൽമണ്ണയിൽ കാണാൻ പറ്റാത്ത ഒരുപാട് പുതിയ ഡിവിഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് ഹോട്ട് ഫുഡ്, ഡെലി, ബുക്ചറി, വലിയ വലിയ സെക്ഷൻസാണ്, വലിയ ഏരിയയിലാണ് നമ്മളത് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ മെയ് മാസത്തിൽ നമ്മളൊരു 5 ദിവസത്തെ വലിയൊരു പ്രൊമോഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഗ്രോസറി പ്രൊമോഷൻസും ഇലക്ട്രോ മാനിയ എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സ് പ്രൊമോഷൻസും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത അത്രയും വലിയ ഡീൽസാണ് അതിൽ കാണാൻ പറ്റുക. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ മരക്കൊമ്പ് പൊട്ടി വീണ് 3 വാഹനങ്ങൾ തകർന്നു. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറുമാണ് തകർന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദ്രവിച്ചു നിന്നിരുന്ന മാവിന്റെ അടിഭാഗത്തെ കൊമ്പ് പിളർന്നു വീഴുകയായിരുന്നു. പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങി. റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് വാദ്യഘോഷങ്ങളോടുകൂടി ചെറുപ്പുളശ്ശേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. യോഗം KPCC മെമ്പർ C സംഗീത ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.